കാർഷിക വാർത്തകൾ. കേരളമടക്കം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പഴം പച്ചക്കറി സാമ്പിളുകളിൽ അനുവദനീയമായതിലും അധികം കീടനാശിനി അവശിഷ്ടം കണ്ടെത്തി. 2023-2026 വരെ പരിശോധിച്ച 70,652 സാമ്പിളുകളിൽ 2,223 എണ്ണത്തിലാണ് അമിത കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയത്. കേരളമടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പഴം പച്ചക്കറികളിൽ അമിതമായ കീടനാശിനി അവശിഷ്ടം കണ്ടെത്തിയതായി കൃഷി മന്ത്രാലയം. 2023 മുതൽ 2026 വരെ 23 സംസ്ഥാനങ്ങളിൽ നിന്നായി 70,652 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇതിൽ 2,223 സാമ്പിളുകളിൽ അനുവദനീയമായതിലും അധികം കീടനാശിനി അവശിഷ്ടം കണ്ടെത്തി. കേരളത്തിൽ പരിശോധിച്ച 4,130 സാമ്പിളുകളിൽ 81 എണ്ണത്തിലാണ് അമിത കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയത്. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പഴം പച്ചക്കറികൾ എത്തുന്ന തമിഴ്നാട്ടിൽ പരിശോധിച്ച 3,601 സാമ്പിളുകളിൽ 81 എണ്ണത്തിലും വിഷാംശം അനുവദനീയ പരിധി കടന്നു. കർണാടക, തെലങ്കാന, മഹാരാഷ്ട്ര, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ള കാർഷികോൽപ്പന്നങ്ങളിൽ ഉയർന്ന തോതിൽ കീടനാശിനി കണ്ടെത്തി. അതേസമയം ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നുള്ള സാമ്പിളുകളിൽ കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയില്ല. കേരളത്തിലെ പരിശോധനകളിൽ 1000-ലധികം ഭക്ഷ്യ സാമ്പിളുകളിലും അമിത കീടനാശിനി കണ്ടെത്തിയതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കർണാടകയിലെ ഗുഡ്ക പാൻ മസാല നിരോധനം അടയ്ക്ക കർഷകരെ ബാധിക്കില്ലെന്ന് കാംകോ. നിരോധനം അടയ്ക്കയുടെ വിപണിയിലോ കർഷകരുടെ വരുമാനത്തിലോ കാര്യമായ പ്രത്യാഘാതം ഉണ്ടാക്കില്ലെന്നാണ് കാംകോയുടെ വിലയിരുത്തൽ. കർണാടകയിൽ ഗുഡ്ക, പാൻ മസാല ഉൾപ്പെടെയുള്ള പുകയിലയും നിക്കോട്ടിനും അടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് 1 വർഷത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഉൽപ്പാദനം, സംഭരണം, വിതരണം, ഗതാഗതം, വിൽപ്പന എന്നിവയ്ക്കെല്ലാം നിരോധനം ബാധകമാണ്. എന്നാൽ നിരോധനം അടയ്ക്ക കർഷകരെ ബാധിക്കില്ലെന്നാണ് കാപ്കോയുടെ നിലപാട്. ഗുഡ്ക, പാൻ മസാല വ്യവസായത്തിലെ അസംസ്കൃത വസ്തുവായി അടയ്ക്ക ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അടയ്ക്കയുടെ വിപണി അതിൽ മാത്രം ആശ്രയിച്ചല്ല നിലനിൽക്കുന്നതെന്നാണ് കാപ്കോ ചൂണ്ടിക്കാട്ടുന്നത്. രാജ്യത്തെ വിവിധ വിപണികളിലെ ആവശ്യകതയും മറ്റുപയോഗങ്ങളും കണക്കിലെടുക്കുമ്പോൾ കർണാടകയിലെ നിരോധനം കർഷകരുടെ ഉൽപ്പന്നത്തിന് വലിയ തിരിച്ചടിയാകില്ലെന്നാണ് കാപ്കോയുടെ വിലയിരുത്തൽ. അതിനിടെ അടയ്ക്ക കർഷകർ നേരിടുന്ന വില, ഇറക്കുമതി, കീടബാധ തുടങ്ങിയ പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെടണമെന്നും കാപ്കോ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. മഴയുടെ കുറവും കീടബാധയും കാപ്പി കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. ഇന്ത്യയുടെ അറബിക്ക കാപ്പി ഉൽപ്പാദനത്തിന് തിരിച്ചടിയാകുമെന്ന് ആശങ്ക. ഇന്ത്യയുടെ അറബിക്ക കാപ്പി ഉൽപ്പാദനത്തിൽ ഇത്തവണ കുറവുണ്ടാകാൻ സാധ്യതയെന്ന് റിപ്പോർട്ട്. മഴയുടെ കുറവും കാലാവസ്ഥയിലെ വ്യതിയാനവും കാപ്പിത്തോട്ടങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതിനൊപ്പം കീടബാധയും കർഷകർക്ക് വലിയ വെല്ലുവിളിയാകുകയാണ്. രാജ്യത്തെ പ്രധാന അറബിക്ക കാപ്പി ഉൽപ്പാദന മേഖലകളായ കർണാടക, കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിലാണ് സാഹചര്യം ആശങ്ക ഉയർത്തുന്നത്. കാപ്പിച്ചെടികളുടെ പൂക്കലിനും കായ്കളുടെ വളർച്ചയ്ക്കും ആവശ്യമായ മഴ ലഭിക്കാത്തത് ഉൽപ്പാദനത്തെ ബാധിച്ചേക്കും. ഇതിനൊപ്പം കീടബാധ കൂടിയതോടെ വിളവിൽ കൂടുതൽ ഇടിവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ കാപ്പി കൃഷി നേരിടുന്ന വെല്ലുവിളികൾ തുടർച്ചയായി വർദ്ധിക്കുകയാണ്. ഉൽപ്പാദനം കുറഞ്ഞാൽ ആഭ്യന്തര വിപണിയിലും കയറ്റുമതി മേഖലയിലും അതിന്റെ പ്രതിഫലനമുണ്ടാകാം. കർഷകരുടെ വരുമാനത്തെയും ഇത് നേരിട്ട് ബാധിക്കുമെന്നതിനാൽ വരും ദിവസങ്ങളിലെ മഴയും കാലാവസ്ഥയും നിർണായകമാകും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.